മലബാർ ജില്ലാ വിഭജന വികസന മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വണ്ടൂരിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനറും നിലമ്പൂരിന്റെ മുൻ MLA-യുമായ PV അൻവറിന്റെ നേതൃത്വത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകൾ ആ സെമിനാറിൽ പങ്കെടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ആ സെമിനാറിലേക്ക് എനിക്കും ക്ഷണമുണ്ടായിരുന്നു. സാഹചര്യവശാൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. പക്ഷേ ഈ സമിതി മുന്നോട്ട് വെക്കുന്ന PV അൻവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം ന്യായമാണ് എന്ന് ബോധ്യമുള്ളതുകൊണ്ട് വരാനിരിക്കുന്ന സമാന സ്വഭാവമുള്ള ഏതെങ്കിലുമൊക്കെ പരിപാടികളിൽ പങ്കെടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ആവശ്യം വളരെ പ്രാധാന്യമുള്ളതാണ്, അത് പരിഹരിക്കപ്പെടേണ്ടതും പരിഹരിക്കപ്പെടേണ്ടതുമാണ് എന്ന് പറയാനുള്ള കാരണം, തെക്കൻ കേരളമെന്നും മധ്യ കേരളമെന്നും മലബാർ എന്നും ഒക്കെ ഇങ്ങനെ വർഗീകരിച്ച് ഈ വിഭാഗീയമായ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള വിമർശനങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വന്നേക്കാം. ഇത് ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയതയുടെയോ വിഭജനത്തിന്റെയോ ഒന്നും പ്രശ്നമല്ല, മറിച്ച് അടിസ്ഥാനപരമായി സാമൂഹിക നീതിയുടെ പ്രശ്നം തന്നെയാണ്. മലബാർ കേരളത്തിലല്ലേ എന്ന് ചോദിക്കാവുന്ന വിധത്തിൽ അവഗണനയുടെ, അപരവൽക്കരിക്കപ്പെടലിന്റെ, വികസന പിന്നോക്കാവസ്ഥയുടെ ഇങ്ങനെ പല ഘടകങ്ങൾ കൊണ്ട് ഈ ചോദ്യം ഉയർന്നു വരാവുന്ന സാഹചര്യം കേരളത്തിലുണ്ട്. കേരളത്തിന്റെ നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ MLA-മാരെ സംഭാവന ചെയ്യുന്ന ജില്ലകൾ മലബാറിൻ്റെതാണ്. അതേപോലെ ജനസംഖ്യാനുപാതികമായി നോക്കിയാലും വിസ്തൃതി പരിശോധിച്ചാലും ഒക്കെ അങ്ങനെ ഏതെല്ലാം ഘടകങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണോ ഒരു മേഖലയുടെ വികസനപരമായ ആവശ്യങ്ങൾ ഉയർത്തേണ്ടത്, അതിനെല്ലാം അർഹതയുണ്ടായിട്ട് പോലും മതിയായ പരിഗണന ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നത് കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇത് ഇപ്പോഴുള്ള ഒരു ഭരണകൂടത്തെ പ്രതിസ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടി ഉന്നയിക്കുന്ന ഒരു ആവശ്യമൊന്നുമല്ല, മറിച്ച് കാലങ്ങളായി ഈ പിന്നോക്കാവസ്ഥ മലബാർ നിലനിൽക്കുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ മേഖലയിലുമൊക്കെ ഈ പിന്നോക്കാവസ്ഥ നമുക്ക് കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, മറ്റെല്ലാ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ പോലും നമുക്ക് ഈ പിന്നോക്കാവസ്ഥ കാണാൻ കഴിയുന്നുണ്ട്. ഇത് പരിഹരിക്കുക എന്നത് വളരെ പ്രധാനമായ ആവശ്യമാണ്. അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളിലൊന്ന് ജില്ല വിഭജിക്കുക, മലബാർ ജില്ലകളെ വിഭജിച്ചുകൊണ്ട് പുതിയ 3 ജില്ലകൾ രൂപീകരിക്കലാണ് എന്ന് മലബാർ ജില്ലാ വിഭജന വികസന മുന്നേറ്റ സമിതിയും PV അൻവറും കരുതുകയാണ്. അതാണ് അദ്ദേഹം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സാമൂഹിക മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് തരത്തിലുള്ള വിഭജനമാണ് മലബാറിൽ ഉണ്ടാകേണ്ടത് എന്നും ഏതെല്ലാം സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പുതിയ ജില്ലകൾ ഉണ്ടായി വരേണ്ടത് എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. 3 ജില്ലകൾ പുതുതായി ഉണ്ടാകണം എന്നാണ് ജില്ലാ വിഭജന വികസന മുന്നേറ്റ സമിതി പുറത്തിറക്കിയിട്ടുള്ള ബുക്ക്ലെറ്റിൽ വിശദീകരിക്കുന്നത്. അത് 3 ജില്ലകൾ, ഒന്ന് തിരൂരാണ്. മലപ്പുറം വിഭജിച്ചുകൊണ്ട് തിരൂർ ജില്ല ഉണ്ടാക്കുക എന്നതാണ്. അതിൽ അദ്ദേഹം 8 നിയോജക മണ്ഡലങ്ങളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് കോട്ടക്കൽ, തവനൂർ, പൊന്നാനി, താനൂർ, തിരൂർ, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി, വേങ്ങര എന്നീ നിയോജക മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന തിരൂർ ജില്ലയാണ് ഈ ബുക്ക്ലെറ്റിൽ കാണിച്ചിട്ടുള്ളത്. അതേസമയത്ത് മലപ്പുറം ജില്ലയുടെ മറ്റു നിയോജക മണ്ഡലങ്ങൾ, 8 നിയോജക മണ്ഡലങ്ങൾ, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, മഞ്ചേരി, കൊണ്ടോട്ടി ഇത് ഉൾക്കൊള്ളുന്ന മലപ്പുറം എന്ന ജില്ലയും. ഇങ്ങനെയാണ് ഈ വിഭജനത്തെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. മറ്റൊന്ന്, കോഴിക്കോട് ജില്ല വിഭജിച്ച് വടകര കേന്ദ്രമായി പുതിയ ജില്ല വരണം എന്നാണ് ആവശ്യപ്പെടുന്നത്. കോഴിക്കോട് ജില്ലയിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത് 7 നിയോജക മണ്ഡലങ്ങളെയാണ്. ബേപ്പൂർ, കോഴിക്കോട് സൗത്ത്, കോഴിക്കോട് നോർത്ത്, കുന്നമംഗലം, എലത്തൂർ, കൊടുവള്ളി, തിരുവമ്പാടി ഇങ്ങനെയാണ് നിയോജക മണ്ഡലങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വടകര ആസ്ഥാനമായുള്ള ജില്ലയിൽ 7 നിയോജക മണ്ഡലങ്ങൾ. കൂത്തുപറമ്പ് നിലവിൽ കണ്ണൂർ ജില്ലയുടെ ഭാഗമാണ്. കൂത്തുപറമ്പ്, വടകര, നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര, കൊയിലാണ്ടി, ബാലുശ്ശേരി ഇങ്ങനെ 7 നിയോജക മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന വടകര ജില്ലയും വേണമെന്നാണ് മലബാർ ജില്ലാ വിഭജന വികസന മുന്നേറ്റ സമിതി ആവശ്യപ്പെടുന്നത്. ഇനി പാലക്കാട് ജില്ലയുടെ വിഭജനത്തെക്കുറിച്ച് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ഷൊർണൂർ കേന്ദ്രമായി പുതിയ ജില്ല ഉണ്ടാകേണ്ടതുണ്ട്. ഷൊർണൂർ ജില്ല തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, ചേലക്കര, തരൂർ എന്നീ നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പുതിയ ഷൊർണൂർ ജില്ലയാണ് ഈ ജില്ലാ വിഭജന വികസന മുന്നേറ്റ സമിതി മുന്നോട്ട് വെക്കുന്ന ഒരാശയം. അതേസമയം പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട്, കോങ്ങാട്, മലമ്പുഴ, പാലക്കാട്, ചിറ്റൂർ, ആലത്തൂർ, നെന്മാറ എന്നീ നിയോജക മണ്ഡലങ്ങളും ഉൾപ്പെടുമെന്ന് പറയുന്നു.
ഇത് അദ്ദേഹം ഒരു രൂപരേഖ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അല്ല, ഈ സമിതിയുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഏത് പ്രദേശം കേന്ദ്രമായി ജില്ല രൂപപ്പെടണം, അല്ലെങ്കിൽ ഏതെല്ലാം ജില്ലകൾ ഉണ്ടാകേണ്ടതുണ്ട്, ഏതെല്ലാം നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടേണ്ടതുണ്ട് എന്നതൊക്കെ തീർച്ചയായും സംവാദത്തിന് വിധേയമാക്കാവുന്ന കാര്യമാണ്. അതേസമയം ഈ മലബാർ ജില്ലകൾ വിഭജിക്കപ്പെടുക എന്നത് ന്യായമായ ആവശ്യമാണ്. എന്തുകൊണ്ടാണ് അത് ന്യായമായി തീരുന്നത്? വികസനപരമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഈ വിഭജനമല്ലാതെ, പുതിയ ജില്ലകളുടെ രൂപീകരണമല്ലാതെ വഴിയില്ല എന്നാണ് പറയുന്നത്. ഇനി ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. കേരളത്തിന് സമാനമായ ജനസംഖ്യ ഉള്ള സംസ്ഥാനങ്ങളിൽ എത്ര ജില്ലകളുണ്ട് എന്ന പരിശോധന കൂടി ഈ സമിതി നടത്തുന്നുണ്ട്. അതിങ്ങനെയാണ്. കേരളത്തിൽ ആകെയുള്ളത് 3.3 കോടിയാണ് 2011 സെൻസസ് പ്രകാരമുള്ള ജനസംഖ്യ. അപ്പോൾ കേരളത്തിൽ 1981 12 ജില്ലയാണ് ഉണ്ടായിരുന്നത്. 2025 എത്തുന്ന സമയത്ത് 14 ജില്ലകളുണ്ട്. ഇനി സമാനമായ ജനസംഖ്യ നിലനിൽക്കുന്ന 2 സംസ്ഥാനങ്ങളുണ്ട്. ഒന്ന് ആസാമാണ്. അവിടെ 3.1 കോടി ജനങ്ങളാണ് ഉള്ളത് 2011 ജനസംഖ്യാ കണക്കെടുപ്പ് പ്രകാരം. അവിടെ 1981 10 ജില്ലകളാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് 2025 35 ജില്ലകൾ അവിടെയുണ്ട്. അഥവാ കേരളത്തിൽ 3.3 കോടി ജനങ്ങളുണ്ട്, 14 ജില്ലകളാണുള്ളത്. ആസാമിൽ 3.1 കോടി ജനങ്ങളാണുള്ളത്, അവിടെ 35 ജില്ലകളുണ്ട്. ഇനി തെലങ്കാന വളരെ ശേഷം രൂപപ്പെട്ടു വന്ന സംസ്ഥാനമാണ്. തെലങ്കാനയിൽ 3.5 കോടി ജനങ്ങളാണുള്ളത്, അവിടെ 33 ജില്ലകളുണ്ട്. എന്ന് പറഞ്ഞാൽ ആസാമും തെലങ്കാനയുമാണ് കേരളത്തിന്റെ ജനസംഖ്യയോട് ചേർന്ന് നിൽക്കുന്ന മറ്റു സംസ്ഥാനങ്ങൾ. ഇതിൽ ആസാമിൽ 35ഉം തെലങ്കാനയിൽ 33ഉം ജില്ലകളുണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും 14 ജില്ലകൾ മാത്രമേ ഉള്ളൂ എന്നതാണ് ഈ സമിതി മുന്നോട്ട് വെക്കുന്ന പ്രധാനമായ ആവശ്യങ്ങളിലൊന്ന്. 1984 കാസർഗോഡ് ജില്ല രൂപീകൃതമായതിനു ശേഷം കേരളത്തിൽ മറ്റൊരു ജില്ലയും രൂപപ്പെട്ടിട്ടില്ല എന്ന വസ്തുതയും നമ്മുടെ മുമ്പിലുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെയും പിൽക്കാലത്ത് ജില്ലാ രൂപീകരണങ്ങൾ നടന്നിട്ടുണ്ട്. അതേസമയത്ത് കേരളത്തിൽ മാത്രമാണ് അത് സംഭവിക്കാതിരുന്നത്. ഇനി കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളെ കൂടി ഒന്ന് പരിശോധിക്കാമെന്ന് തോന്നുന്നു. തമിഴ്നാട്ടിൽ 7 കോടി ജനങ്ങളാണുള്ളത്. അവിടെ 1981 14 ജില്ലകളാണ് ഉണ്ടായിരുന്നത് എങ്കിൽ 2025 അവിടെ 39 ജില്ലകളുണ്ട്. ഇനി കർണാടകയിൽ 6 കോടി ജനങ്ങളാണുള്ളത്. അവിടെ നിലവിലുള്ള ജില്ലകളുടെ എണ്ണം 31 ആണ്. 1981 അവിടെ 19 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ജില്ലകളുടെ എണ്ണം കേരളത്തെക്കാൾ എത്രയോ കൂടുതലാണ്. ഉത്തരാഖണ്ഡിൽ 2011 ജനസംഖ്യ കണക്കെടുപ്പ് പ്രകാരം 1 കോടി ജനങ്ങളാണുള്ളത്. 1 കോടി ജനങ്ങളുള്ള ഉത്തരാഖണ്ഡിൽ 13 ജില്ലകളുണ്ട്. പക്ഷേ 3.3 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 14 ജില്ലകൾ മാത്രമാണുള്ളത്. ജില്ലകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് അതിൻ്റെ ഒരു തുടർ പ്രവർത്തനം എന്ന നിലയിൽ ജില്ലാ ആസ്ഥാനങ്ങൾ ഉണ്ടാകും, കലക്ടറേറ്റുകൾ രൂപീകരിക്കപ്പെടും, വികസന പ്രവർത്തനങ്ങൾ കുറെ കൂടി ആ മേഖലകളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. ഇങ്ങനെ പലതരത്തിലുള്ള മികവുകൾ തീർച്ചയായും ജില്ലാ രൂപീകരണത്തിലൂടെ സംഭവിക്കും. ആവശ്യപ്പെടുന്നത് ആരാണ് എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഏത് സമിതിയാണ്, വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകളാണോ എന്നതിനപ്പുറത്തേക്ക് മലബാറിന്റെ വികസനപരമായ ഒരു വിഷയത്തെ മുന്നോട്ട് വെക്കാൻ ഈ സമിതിക്ക് കഴിയുന്നുണ്ട് എന്നത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. മലബാറിലെ അവഗണനയുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി തന്നെ ഈ ബുക്ക്ലെറ്റിൽ വിശദീകരിക്കുന്നുണ്ട്. ഏതെല്ലാം മേഖലകളിലാണ് മലബാർ പിന്നോക്കം നിൽക്കുന്നത് എന്നതിനെ കുറിച്ച് അദ്ദേഹം ഈ വികസന സമിതിയുടെ ഭാഗമായി രൂപപ്പെടുത്തിയിട്ടുള്ള അതിന്റെ ഭാഗമായി നടന്നിട്ടുള്ള പഠനങ്ങളിലൂടെ പുറത്തു വന്ന കുറെ യാഥാർത്ഥ്യങ്ങളെ അദ്ദേഹം ഇതിൽ വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ആവശ്യപ്പെടുന്ന വളരെ പ്രധാനമായ മറ്റൊരു കാര്യം,
കോഴിക്കോട് കേന്ദ്രമായി മിനി സെക്രട്ടേറിയറ്റ് രൂപപ്പെടുത്തണം എന്നതാണ്. മലബാറിലെ 6 ജില്ലകളിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് തങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ തെറ്റുതിരുത്താൻ പോലും തിരുവനന്തപുരത്തേക്ക് 400 മുതൽ 600 വരെ കിലോമീറ്റർ യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇത് തീർക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് അനക്സ്, ഹൈക്കോടതി ബെഞ്ച്, മന്ത്രിമാരുടെ ഓഫീസുകൾ തുടങ്ങി പ്രധാനപ്പെട്ട ഭരണകൂട സ്ഥാപനങ്ങളെല്ലാം മലബാറിലും ആവശ്യമാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മാസത്തിൽ ഒരു ക്യാബിനറ്റ് കോഴിക്കോട് ചേരുന്ന വിധം മിനി സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള ഭരണകേന്ദ്രങ്ങൾ കോഴിക്കോട് സ്ഥാപിച്ച് മലബാറിന് പ്രത്യേക പാക്കേജ് നടപ്പിലാക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നാണ് ഇത് വിശദീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മലബാറിന്റെ പിന്നോക്കാവസ്ഥയുടെ പരിഹാരം എന്ന നിലയിൽ ജില്ലാ വിഭജനം മാത്രമല്ല, പുതിയ ജില്ലകൾ രൂപപ്പെടുത്തുക മാത്രമല്ല, കോഴിക്കോട് കേന്ദ്രമായി മിനി സെക്രട്ടേറിയറ്റ് കൂടി ആവശ്യമുണ്ട് എന്നാണ് വിശദീകരിക്കുന്നത്. ഇനി മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട സവിശേഷമായ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായത് മലപ്പുറത്തിന്റെ ജനസംഖ്യയാണ്. മലപ്പുറത്തെ ജനസംഖ്യ 41,12,920 മലപ്പുറത്തിന്റെ 2011 സെൻസസ് പ്രകാരമുള്ള ജനസംഖ്യ എന്ന് പറയുന്നത്. പക്ഷേ ഇതേക്കാൾ ഒരു ജില്ലയായ മലപ്പുറത്തുള്ളതിനേക്കാൾ എത്രയോ കുറവാണ് പല സംസ്ഥാനങ്ങളുടെയും ആകെ ജനസംഖ്യ എന്നാണ് വിശദീകരിക്കുന്നത്. അത് ഒന്ന് വായിച്ചു പോകാം. മണിപ്പൂരിൽ 27,27,749 ജനസംഖ്യ, സിക്കിമിൽ 6,10,577, മിസോറാമിൽ 10,97,206, അരുണാചൽ പ്രദേശിൽ 13,83,727, ഗോവയിൽ 16,58,545, നാഗാലാൻഡിൽ 19,78,502, മേഘാലയയിൽ 29,66,889, ത്രിപുരയിൽ 36,73,917. ഈ സംസ്ഥാനങ്ങൾ മണിപ്പൂർ, സിക്കിം, മിസോറാം, അരുണാചൽ, ഗോവ, നാഗാലാൻഡ്, മേഘാലയ, ത്രിപുര ഈ സംസ്ഥാനങ്ങളിലെ ആകെ ജനസംഖ്യയേക്കാൾ എത്രയോ കൂടുതലാണ് മലപ്പുറം എന്ന് പറയുന്ന കേരളത്തിലെ ഒരു ജില്ലയുടെ ജനസംഖ്യ എന്ന് പറയുന്നത്. അഥവാ 41,12,920 ആളുകളാണ് മലപ്പുറം ജില്ലയിൽ ഉള്ളതായി 2011 സെൻസസ് കണക്കാക്കിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലുള്ള ജനസംഖ്യയേക്കാൾ ഉയർന്ന ജനസംഖ്യയുള്ള ഒരു ജില്ല ന്യായമായും വിഭജിക്കപ്പെടുകയും പുതിയ ജില്ല തന്നെ രൂപപ്പെടുകയും അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമായ കാര്യമാണ്. അങ്ങനെ വേഗം കൂട്ടുന്നില്ല എങ്കിൽ ഈ പിന്നോക്കാവസ്ഥ തുറക്കതായി തന്നെ ഇനിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരും. നോക്കൂ, കേരളത്തിലെ സർവകലാശാലകളുടെ എണ്ണം, അത് നിലകൊള്ളുന്ന സ്ഥലങ്ങൾ, മെഡിക്കൽ കോളേജുകളുടെ എണ്ണം, അത് നിലകൊള്ളുന്ന സ്ഥലങ്ങൾ, ഈ ഏരിയകൾ കേന്ദ്രീകരിച്ച് നോക്കുന്ന സമയത്ത് കോഴിക്കോടിനെ ഏറ്റവും പ്രധാനമായി ആശ്രയിക്കാൻ കഴിയാവുന്ന മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്. പക്ഷേ കോഴിക്കോടാണ് അത് പ്രധാനമായി ആശ്രയിക്കുന്നതെന്ന് പറയുന്ന സമയത്ത് കോഴിക്കോടിന് മാത്രമല്ല അത് ഉപകാരപ്പെടുന്നത്, അല്ലെങ്കിൽ കോഴിക്കോടിന്റെ മാത്രം ആശ്രയവുമല്ല, മലബാറിലെ ഏതാണ്ട് എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ആളുകൾ കോഴിക്കോട്ടേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തമിഴ്നാടിനോട് ചേർന്ന നീലഗിരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി ധാരാളം ആളുകൾ വരുന്നുണ്ട്. വയനാട്, കണ്ണൂര്, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് ആളുകൾ വരുന്നുണ്ട്. പറയാൻ മഞ്ചേരിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നുണ്ട്. കാസർഗോഡ് ആവട്ടെ അങ്ങനെ ഒരു സംവിധാനവുമില്ല. ഇപ്പോഴും അവർ മംഗലാപുരത്ത് ആശ്രയിക്കേണ്ടുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. കണ്ണൂരിലേക്ക് പോകുന്ന സമയത്ത് പരിയാരം മെഡിക്കൽ കോളേജ് ഉണ്ട്. ഇങ്ങനെയൊക്കെ പറയാമെങ്കിൽ പോലും ആവശ്യമായ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഈ പ്രദേശങ്ങളിലെ ജനസംഖ്യയെ ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള, അവിടെ നിന്നുണ്ടാകുന്ന രോഗികൾ ഉൾക്കൊള്ളാവുന്ന വിധത്തിലുള്ള നിർമ്മാണങ്ങളും അല്ലെങ്കിൽ കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് വളരെ പരിതാപകരമായ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. പക്ഷെ ഇനി അപ്പുറത്തേക്ക് നോക്കൂ, അവിടെ
കോട്ടയം മെഡിക്കൽ കോളേജ് ആവട്ടെ, ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആവട്ടെ, തിരുവനന്തപുരം ആവട്ടെ, ഇങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ വലിയ ആതുരാലയ സൗകര്യങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ള കോളേജുകളുടെ എണ്ണം പരിശോധിച്ചാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ എത്ര കോളേജുകളുണ്ട്, കേരളത്തിലെ മറ്റു സർവകലാശാലകൾക്ക് കീഴിൽ എത്ര കോളേജുകളുണ്ട്, ആ സർവകലാശാലകളിൽ പകുതിയിലേറെയും നിലകൊള്ളുന്നത് മലബാറിന് പുറത്താണ് എന്നതുകൂടി ഇതോട് ചേർത്ത് പറയേണ്ടുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ പല മേഖലകളിൽ നേരിടുന്ന പിന്നോക്കാവസ്ഥയുടെ പരിഹാരമെന്ന നിലയിലാണ് മലബാർ ജില്ലാ വിഭജന വികസന മുന്നേറ്റ സമിതി ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ആ ആവശ്യം ന്യായമാണ് എന്നതും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന തികഞ്ഞ ബോധ്യം പങ്കിടാൻ കൂടിയാണ് ഞാൻ ഈ സമയത്ത് ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത്. വിയോജിപ്പുകൾ ഉണ്ടാവാം, തീർച്ചയായും അത്തരം വിയോജിപ്പുകളും സംവാദങ്ങളൊക്കെ ജനാധിപത്യത്തിൽ സാധ്യമാകേണ്ടതാണ്. അങ്ങനെ വിയോജിച്ചും വിമർശിച്ചും തിരുത്തിയും ഒക്കെ തന്നെയാണ് ജനാധിപത്യം മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ഇത് ഏതെങ്കിലും വിഭാഗീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അത് അങ്ങേയറ്റം അബദ്ധപൂർണമായ ജടിലമായ കാര്യമാണ് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്.